ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് നെയ്ച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബിരിയാണിയെക്കാളും ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പം നെയ്ച്ചോറാണല്ലേ. ടേസ്റ്റിനും ഒരു കുറവുമില്ല. പക്ഷേ ചിലരെങ്കിലും പറയാറുണ്ട് നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ചോറിന് വേവ് കൂടിപ്പോയി അല്ലെങ്കിൽ വെള്ളമയം കൂടിപ്പോയി എന്നൊക്കെ. അപ്പോൾ അതൊന്നും ഇല്ലാതെ തന്നെ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന പോലത്തെ നെയ്ച്ചോറ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് ജീരകശാല അരി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ജീരകശാല അരി ഇല്ലെങ്കിൽ ബസ്മതി അരി എടുക്കാം കേട്ടോ. ജീരകശാല അരിക്ക് പ്രത്യേക ഒരു മണമാണ്. അപ്പോൾ അതിലാണ് ഗീ റൈസ് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ നല്ല മണവും ടേസ്റ്റൊക്കെ ആയിരിക്കും. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 30 മിനിറ്റ് ഒന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് വയ്ക്കാം. 30 മിനിറ്റ് കഴിയുമ്പോൾ അരി നന്നായിട്ട് കഴുകി എടുത്തിട്ട് വെള്ളം തോർന്ന് വരാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലും എല്ലാം വയ്ക്കാം. അപ്പോൾ അരി കുതിർന്ന് വരട്ടെ, അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ഗാർണിഷ് ചെയ്യാനുള്ള ഉള്ളിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് പാൻ ചൂടായപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഒരു മീഡിയം സൈസ് സവാള നല്ല നേർമയായിട്ട് അരിഞ്ഞത് ഇട്ട് വറുത്തെടുക്കാം. സവാള എണ്ണയിലോട്ട് ഇടും മുന്നേ 2-3 നുള്ള് പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ പഞ്ചസാര ചേർക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സവാള നല്ല ബ്രൗൺ നിറമായിട്ട് കിട്ടും. തീ മീഡിയത്തിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള നല്ല ബ്രൗൺ നിറം ആവുന്ന വരെ വഴറ്റിയെടുക്കാം. തീ കൂട്ടിയിടരുത്. സവാള നല്ല ബ്രൗൺ നിറം ആയി വന്നിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. നമ്മൾ ഈ വറുത്തെടുത്ത സവാള എണ്ണ തോരാൻ വേണ്ടിയിട്ട് പേപ്പറിൻ്റെ മുകളിലൊന്നും ഇട്ട് വയ്ക്കരുത്. എന്നാലും സവാള തണുത്ത് പോവും, അതിൻ്റെ ക്രിസ്പിനെസ് ഒക്കെ പോവും. നമ്മൾ സാധാരണ ഒരു പാത്രത്തിനകത്ത് ഇങ്ങനെ കോരി വെച്ചാൽ മാത്രം മതി. നമ്മൾ വറുത്തെടുത്തതിൽ കുറച്ച് എണ്ണ ബാക്കിയുണ്ട്. അപ്പോൾ ഇത് കളയണ്ട, നമുക്ക് ഗീ റൈസ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒഴിക്കാം. ഇപ്പോൾ ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. പാൻ ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പിനൊന്നും പ്രത്യേക അളവൊന്നുമില്ല, കയ്യിലുള്ളതനുസരിച്ചിട്ട് ചേർക്കാം. കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം, കുറവാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർക്കാം. ഒന്ന് ബ്രൗൺ നിറമായി വരുമ്പോൾ നമുക്ക് പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഉണക്കമുന്തിരി ചേർത്തിട്ട് വറുത്തെടുക്കാം. ഉണക്കമുന്തിരി ഞാൻ 2 ടേബിൾ സ്പൂണോളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നേരത്തെ നമ്മൾ ഉള്ളി വറുത്തതിൽ ബാക്കിയുള്ള എണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരട്ടെ. നെയ്യ് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകം ഒന്ന് പൊട്ടി വരണം. പെരിഞ്ജീരകം പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് 5 ഏലക്ക, 3 ഗ്രാമ്പു, 3 ചെറിയ കഷ്ണം പട്ട, 5 കുരുമുളക് ഇതും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 30 സെക്കൻഡ് ഒന്ന് ചെറു തീയിൽ ഇളക്കി കൊടുക്കാം. 30 സെക്കൻഡ് കഴിയുമ്പോൾ 2 സവാള നേർമയായിട്ട് അരിഞ്ഞതും 3 പച്ചമുളകും ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഞാൻ മുറിക്കാതെയാണ് ചേർത്തിരിക്കുന്നത്, വെറുതെ തണ്ട് മാത്രം എടുത്ത് കളഞ്ഞിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് ഈ സവാളയ്ക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സവാള ഒന്ന് വഴറ്റിയെടുക്കാം. ബ്രൗൺ നിറമൊന്നും ആവണ്ട, കളർ മാറി തുടങ്ങിയാൽ മാത്രം മതി. സവാള ബ്രൗൺ നിറം ആവാനൊന്നും നിൽക്കണ്ട. ബ്രൗൺ നിറം ആയി കഴിഞ്ഞാൽ ഗീ റൈസിൻ്റെ ടേസ്റ്റും മാറും, അതിൻ്റെ കളറും മാറും. സവാള ട്രാൻസ്പെറൻ്റ് ആയി വരുമ്പോൾ നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. നേരത്തെ വെള്ളത്തിൽ കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് ഇട്ടിരുന്ന അരി 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ കഴുകിയിട്ട് അരിപ്പയിൽ വെള്ളം തോരാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുക്കാം. തീ മീഡിയത്തിലാണ് കിടക്കുന്നത്. ഇനി 2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ അരിയിൽ നെയ്യൊക്കെ നന്നായിട്ട് കോട്ടായിട്ട് വരും. 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് 1 കപ്പ് അരിക്ക് ഞാൻ 1.5 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂണോളം നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക. ഉപ്പ് കുറവാണോ എന്ന് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം. നമ്മൾ ഉപ്പിട്ട് കഴിഞ്ഞിട്ട് വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് ആവശ്യമുള്ള ഉപ്പിനേക്കാളും ചെറുതായിട്ടൊന്ന് കൂടി നിൽക്കണം. എന്നാൽ വെന്ത് കഴിയുമ്പോൾ നല്ല കറക്റ്റ് പാകത്തിന് ഉപ്പായിക്കോളും.
ഞാനിപ്പോൾ പറഞ്ഞ അളവിലാണ് വെള്ളം എടുത്തിരിക്കുന്നെങ്കിൽ വെള്ളം കുറഞ്ഞു പോകാനൊന്നും ചാൻസ് ഇല്ല. പക്ഷെ ചില അരിക്ക് ചിലപ്പോൾ കൂടുതൽ വെള്ളം വേണ്ടി വരും. അങ്ങനെ വെള്ളം ആവശ്യം വരികയാണെങ്കിൽ നമ്മൾ നല്ല തിളച്ച ചൂടുവെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. വേറെ കുഴപ്പമൊന്നും വരാൻ പോണില്ല. പച്ചവെള്ളം ഒഴിക്കരുത്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. വെള്ളം വറ്റി വരണം. അപ്പോൾ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് അരി വെന്തോന്ന് നോക്കാം. അരി വെന്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ ചെറുതായിട്ടൊരു വെള്ളമയം ഉണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് പോകണം. വെള്ളം വറ്റി വന്നിട്ട് നോക്കുമ്പോൾ അരി വെന്തില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്തിട്ട് ഒന്നും കൂടെ വേവിച്ചെടുക്കാം. ഏകദേശം 95% ഇത് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലെ വെള്ളമയം ഒന്ന് മാറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് നമുക്ക് നമ്മുടെ ഈ പാത്രം വെച്ച് കൊടുക്കാം. ഡയറക്റ്റായിട്ട് തീയിലോട്ട് വയ്ക്കാത്തത് അത്രയ്ക്ക് ചൂടേക്കാതിരിക്കാനാണ്. അപ്പം അധികം അരി വെന്ത് പോവത്തുമില്ല. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്കൊരു നല്ല ടവൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് കൊടുക്കാം. ടവലിൽ തീ പിടിക്കാതെ നോക്കണം. അടച്ചതിന് ശേഷം മുകളിലോട്ട് പൊക്കി വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം നമുക്ക് മീഡിയം തീയിൽ വേവിച്ചെടുക്കാം. ടവൽ വയ്ക്കുമ്പോൾ ഈ സ്റ്റീമൊക്കെ ടവൽ പിടിച്ചെടുക്കും. അപ്പോൾ വെള്ളമയമൊക്കെ നന്നായിട്ട് കുറഞ്ഞു കിട്ടും. ഏകദേശം 10 മിനിറ്റോളം വയ്ക്കാം. 5 മിനിറ്റ് കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഒന്ന് അടച്ചു വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഗീ റൈസ് റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഗീ റൈസ് ആണ്. നെയ്യൊക്കെ പുരണ്ടിരിക്കുന്ന ചോറാണ്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് സർവ് ചെയ്യുന്ന ഡിഷിലോട്ട് മാറ്റി കൊടുക്കാം. വിളമ്പുമ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. നെയ്യൊക്കെ പുരണ്ടിരിക്കുന്ന ഗീ റൈസ് ആണ്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഇതിന് കറിയൊന്നും ഇല്ലെങ്കിൽ തന്നെ കഴിക്കാം. ഇതിൻ്റെ മുകളിലോട്ട് നേരത്തെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ചേർത്ത് കൊടുക്കുക. വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിന്ന് ഗീ റൈസിൻ്റെ കൂടെ തയ്യാറാക്കിയിരിക്കുന്നത് ചിക്കൻ പെരട്ടാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർക്ക് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ബക്രീദ് ഒക്കെ വരികയാണ്. ഇതുപോലെ ഒന്ന് ഗീ റൈസ് ഉണ്ടാക്കി നോക്കുക. അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്ത ഉടൻ തന്നെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.